ഈ ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു തിരുമണ്ടനുണ്ടല്ലോ റഹീം, അദ്ദേഹം എങ്ങനെയാണ് ഈ ദേശീയ നേതാവ് ആയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും നേർവഴിയിൽ കൂടി ആകാൻ വേണ്ടി സാധ്യതയില്ല. ഏതോ വളഞ്ഞ വഴിയിൽ കൂടി തരപ്പെടുത്തിയെടുത്തതാണ് ഈ നേതൃത്വ സ്ഥാനം. ഇദ്ദേഹം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം വമ്പം പരാജയമാണ്. നമ്മൾ ആദ്യം കണ്ടതാണ് എവിടെ അങ്ങ് ആമസോൺ കാടുകളിൽ തീ പിടിച്ചപ്പോൾ ഡൽഹിയിലെ ഒരു ഓഫീസിൻ്റെ മുമ്പിൽ ഞായറാഴ്ച പോയിട്ട് പൂട്ടിയിട്ട ഓഫീസിന് മുമ്പിൽ സമരം ചെയ്ത ഒരു ചരിത്രം. അതുപോലെ തന്നെയാണ് തൃക്കാക്കരയിൽ വമ്പൻ ഒരു ഇലക്ഷനങ്ങ് CPM-ൻ്റെ നേതാക്കൾ മുഴുവൻ അവിടെ തമ്പടിച്ച് നടത്തുന്നു. മന്ത്രിമാർ അവിടെ തന്നെ മന്ത്രിസഭ കൂടി മന്ത്രികളൊക്കെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അങ്ങനെ മാസങ്ങളോളം പ്രചരണം നടത്തി. ലാസ്റ്റ് റഹീം അവിടെ വരുന്നു, ഒരു വീഡിയോ അങ്ങ് പ്രചരിപ്പിക്കുന്നു, ഡോക്ടറെ പേരിലുള്ള വീഡിയോ അങ്ങ് പറന്ന് നടക്കുന്നു. കഥ കഴിഞ്ഞു. ഡോക്ടർ ഏകദേശം വമ്പൻ ഭൂരിപക്ഷത്തിന് അവിടെ തകർന്നടിയുന്നു. കാരണം എന്താ, ഇത്രയും അവിടെ നേതാക്കന്മാരൊക്കെ ചേർന്ന് നടത്തിയ പ്രവർത്തനം ആ റഹീമിൻ്റെ ഒരൊറ്റ നാടകത്തോടു കൂടി അവിടെ അന്നത്തത് അവിടെ അങ്ങനെ തകിടം മറിയുന്നു. അത് കഴിഞ്ഞ് ചാണ്ടി ഉമ്മൻ്റെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടത്തേക്ക് പോകുന്നു. അവിടെ പ്രചരണം നേതാക്കളൊക്കെ നടന്ന് നല്ലൊരു എഡ്ജിലേക്ക് അങ്ങ് വരുന്ന സമയത്ത് ഈ ചെങ്ങായി വന്നിട്ട് അവിടെ പ്രചരണം നടത്തുന്നു. അതിനോട് കൂട്ടി അവിടുത്തെ കാര്യം അവിടെ UDF പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ ചാണ്ടി ഉമ്മൻ ജയിച്ചു കയറുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം ഇതേപോലെയാണ്. അങ്ങനെയാണ് ഇന്നലെ പാലക്കാട് അവസാന എഡ്ജിൽ ഏകദേശം CPM അവിടെ തോൽക്കും എന്ന് ഉറപ്പായി നേതാക്കളൊക്കെ ഉപേക്ഷിച്ചു. അവസാനം റഹീം അവിടെ എത്തുന്നു. നാടകം തകൃതിയായി നടക്കുന്നു. എവിടെ നിന്നോ കുറച്ച് കാശ് സംഘടിപ്പിച്ച് അവിടെ UDFകാരെ റൂമിൽ കൊണ്ടാക്കാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നടന്നില്ല. വേറെ ഏതോ റൂമിൽ കൊണ്ടുവച്ചു. അവിടെ പോലീസിന് ഇൻഫർമേഷൻ ചെയ്ത് പോലീസ് എത്തുമ്പോഴേക്കും അവിടെ റൂമിലുള്ള പൈസ ആരോ അടിച്ചു മാറ്റി. ആരോ ആമ്പിളർ ആ പൈസയും കൊണ്ടങ്ങ് പോയി. UDF നേതാക്കൾ സംഭവം എന്താണെന്ന് അറിയുന്ന പോലുമില്ല. അവസാനം റൈഡൊക്കെ നടത്തി നാണം കെട്ട് വല്ലാണ്ടായി നിൽക്കുന്ന സമയത്ത് പത്രക്കാരോട് പറയുകയാണ്, അവിടെ 2 വനിതകളെ റൂമിൽ പാതിരാത്രിക്ക് വാതിൽ തുറന്നില്ല. ബിന്ദു കൃഷ്ണ അവസാനം വാതിൽ തുറന്നു. അതുപോലെ എന്തുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ്റെ വാതിൽ എന്താ തുറന്നില്ല? എടോ റഹീമേ, രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വാതിൽ തുറക്കാൻ വേണ്ടി പരിചയമില്ലാത്ത ആണുങ്ങൾ പോയിട്ട് മുട്ടുമ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് അത് CPM വനിതാ നേതാക്കളുടെ റൂമല്ല, അത് കോൺഗ്രസ് നേതാക്കളുടെ റൂമാണ്. അവിടെ വാതിൽ തുറക്കണമെങ്കിൽ ID കാർഡോ അല്ലെ എന്തെങ്കിലും അവർ തെളിവിനില്ല, അല്ലെങ്കിൽ പോലീസ് യൂണിഫോം, അല്ലെങ്കിൽ വനിതാ പോലീസുകാർ ആരെങ്കിലും കൂടെ വേണമായിരുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ XMLAയുടെ മുറിയുടെ മുമ്പിൽ എത്തുന്നു, നോക്ക് ചെയ്യുന്നു. അവരുടെ മുറി മാത്രം തുറക്കുന്നില്ല, മണിക്കൂറുകളോളം തുറക്കുന്നില്ല. അവിടെ തന്നെ അസ്വാഭാവികതയല്ലേ? എന്തിനാ അവർ തുറക്കാതിരിക്കേണ്ട കാര്യം? മറ്റെല്ലാവരും സഹകരിച്ച പരിശോധനയോട് ഇവരെന്താ സഹകരിക്കാതിരിക്കേണ്ട കാര്യം? 12 മണിക്ക് അങ്ങനെ പോലീസ് സിവിൽ വേഷത്തിൽ വന്ന് ഇങ്ങനെ മുട്ടുമ്പോൾ ഈ റെയ്ഡൊക്കെ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും പേപ്പർ കടലാസുകൾ വേണമെന്നാണ് അവരുടെ വാദം. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തുറന്നു കൊടുക്കേണ്ട പശ്ചാത്തലം ഇല്ല എന്നാണ് അവർ പറയുന്നത്. വനിതാ പോലീസ് ഇല്ലായിരുന്നുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞത്? കതക് തുറന്നില്ലല്ലോ. കതക് തുറക്കാതെ പുറത്ത് നിൽക്കുന്നയാൾ വനിതയാണോ പുരുഷനാണോ എന്നറിയാനുള്ള എന്ത് മാന്ത്രിക വിദ്യയാണ് കോൺഗ്രസ് അവരുടെ നേതാക്കളെ പഠിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മണ്ടത്തരത്തിനുള്ള മറുപടി ഷാനിമോൾ ഉസ്മാൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. കേട്ടു നോക്ക്. ചോദിക്കാം. ശ്രീമതി ഷാനിമോൾ, എന്താണ് നടന്നത്? പലവട്ടം പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും രാവിലെ ഉണർന്ന് ഇക്കാര്യം അറിയുന്ന നമ്മുടെ പ്രേക്ഷകർക്ക്. അത് സത്യം പറഞ്ഞാൽ ഞാനൊരു 10:45 കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് കിടന്നു കഴിഞ്ഞ് അല്പം മയങ്ങി തുടങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ എൻ്റെ വാതിലിന് മുട്ടുന്നുണ്ട്. അതിന് കുറേ നേരം കഴിഞ്ഞ് ബെല്ലടിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി തൊട്ടപ്പുറത്തെ മുറിയിലായിരിക്കും എന്ന് കരുതി നോക്കിയില്ല. വീണ്ടും എൻ്റെ വാതിൽ എന്നെ തള്ളുകയും മുട്ടുകയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ നേരെ എൻ്റെ നൈറ്റ് ഡ്രസ്സിലാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങി നേരെ ആ വാതിലിൻ്റെ ഇടയ്ക്കൂടെ ഇതിനകത്തൂടെ ദ്വാരത്തിൽ കൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു 4 പോലീസുകാർ യൂണിഫോമിൽ നിൽക്കുന്ന അത്രയും പേരെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അകത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഷാനിമോൾ ഉസ്മാൻ XMLA ആണ്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കതക് തുറക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ ഈ സമയത്ത് കതക് തുറക്കണമെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക്. നമ്മൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സമയമാണോ ഇതെന്ത് അന്യായമായി കാണിക്കുന്നത്, തോന്നിയാവസ്ഥയായി കാണിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞല്ല, കഥ തുറന്നാൽ പറ്റും, നമ്മൾ കഥ തുറക്കത്തില്ല, നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, റിസപ്ഷനിൽ ചെന്ന് എൻ്റെ ഫോണിലേക്ക് വിളിക്കാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്ന് ഞാനങ്ങിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവരങ്ങ് പോയി കാണുമായിരിക്കണം.
ഒരു 10 മിനിറ്റ് മാക്സിമം പോയാൽ അപ്പോഴത്തേക്ക് പുറത്ത് ഭയങ്കര ബഹളമായി. ബിന്ദു വന്നിട്ടുണ്ട്, മുഴുവൻ ആളുകളും മുഴുവൻ മാധ്യമപ്രവർത്തകരും താഴെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ വെളിയിൽ ചെന്നിട്ട് നമ്മൾ ഏത് നിയമത്തിനാണെങ്കിലും നമ്മൾ വിധേയരാകും. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് കയറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാതെ എൻ്റെ മുറിയിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ യൂണിഫോം ഇടാതെ ഉണ്ട്. നമ്മുടെ മഫ്തിയിലുള്ള ആൾ പോലീസാണോ എനിക്കറിയില്ല, യൂണിഫോം ഇട്ടവർ തന്നെ പോലീസാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ അകത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം. എൻ്റെ റൂമിൽ, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമിൽ കയറുന്ന എനിക്ക് കാണണം. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചാൽ ഞാൻ കാണിക്കുമല്ലോ. അപ്പോൾ അവർ ഐഡൻറ്റിറ്റി കാർഡ് ആരുടെയിലും ഇല്ല, അവർ തർക്കിക്കുകയാണ്. അത് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് വലിയ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി, ഒരു വനിതാ പോലീസ് വന്നു. അവരകത്തേക്ക് കയറി അപ്പോഴത്തേക്ക് ഞാനും സ്വാഭാവികമായിട്ട് ഞാൻ ഇതേ കസേരയിൽ ഞാനിരുന്നു. അവരെൻ്റെ ശരീരം പരിശോധിച്ചു, വിമാനത്താവളത്തിൽ പോലെ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും എടുത്ത് മറിക്കുക. ഞാൻ അനങ്ങിയില്ല. ഞാൻ അനങ്ങാതിരുന്ന് അവരുടെ ഇഷ്ടത്തിന് നോക്കട്ടെ. ഈ ബെഡൊക്കെ മറിച്ച് ഇട്ട് നോക്കി. ടോയ്ലറ്റിനകത്ത് മുഴുവൻ പരിശോധന നടത്തി. ഒരു പെട്ടി ഇരിക്കുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. നമ്മളെ കാളവണ്ടിയിലാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അത് ഞാൻ മറുപടി പറഞ്ഞതാണ്. എന്നിട്ട് ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവർ നോട്ടം എല്ലാം കഴിഞ്ഞിട്ട് മുഴുവൻ ഇവിടെയൊക്കെ എൻ്റെ അടിയിൽ നോക്കുന്നു. എല്ലാം കഴിഞ്ഞ് അവർ പോകാൻ പോയി. ഞാൻ പറഞ്ഞു, അപ്പോഴത്തേക്ക് നിറയെ ആളുകൾ ഇതിനകത്തുണ്ട്, നമ്മൾ പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം ഇതിനകത്ത് നിങ്ങൾ കയറി, എന്തിന് കയറി, എന്ത് കണ്ടു, എന്ത് കിട്ടി, അത് രേഖാമൂലം എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരാതെ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവർ പോകാനായിട്ട് ധൃതി കൂട്ടി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിൽക്കുക. അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം സൃഷ്ടിച്ചു. അത് സത്യമാണ്. ഈ മുറിക്കകത്തുനിന്ന് എനിക്കിത് കിട്ടണം, അതെൻ്റെ റൈറ്റാണ് ഞാൻ പറഞ്ഞു. അപ്പം അവർ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഉദ്യോഗസ്ഥർ, അതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഏത് ഉദ്യോഗസ്ഥരെ വിളിച്ചാലും രേഖാമൂലം ഇത് കിട്ടാതെ ഈ മുറിക്കകത്തുനിന്ന് പോകാൻ പറ്റത്തില്ല എന്ന് തീർത്ത് ഞാനങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങി ഇവർ തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വലിയ ബഹളമായി ഇവിടെ. പുറത്തേക്ക് എല്ലാവരും ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇതിനൊക്കെയാണ് റഹീമിനെ പോലുള്ളവർ എന്നിട്ട് പറയാം നമ്മൾ അവരെ ഉപദ്രവിച്ചു എന്നുള്ള നിലയ്ക്കാണ്. കഥക് മുട്ടിയപ്പോൾ എന്താ തുറക്കാനാണ് ചോദിക്കുന്നത്. അത് റഹീമിൻ്റെ സംസ്കാരമല്ല എനിക്കുള്ളത്. എൻ്റെ കഥക് എപ്പോൾ തുറക്കണം അല്ലെങ്കിൽ ആരെ ഞാൻ കാണണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇവനെയൊന്നും ദേശീയ നേതാവല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ CPM എന്ന പാർട്ടി അല്ലെങ്കിൽ DYFI എന്ന പാർട്ടിയും കേരളത്തിലൊക്കെ ഗതി പിടിക്കൂ. അപ്പോൾ ഇദ്ദേഹം അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു പരിപാടി നിങ്ങൾക്ക് വിജയിച്ചതായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇതുകൊണ്ട് UDFന് വമ്പൻ നേട്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പാലക്കാട് മാത്രമല്ല, ചേലക്കരയും UDF നേതാക്കൾ പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇനി ജയിക്കാൻ വേണ്ടി പോകുന്നത്. അത്രയ്ക്കും മണ്ടത്തരവും വിവരക്കേടുമാണ് ഇന്നലെ റഹീമിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നടന്നത്.